ഹായ്, ഇറ്റ്സ് മീ വിഷ്ണു. സുപ്രഭാതത്തിൽ എനിക്ക് തോന്നിയൊരു ഐഡിയ ആണ് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാമെന്ന്. ബട്ട് വൈ? പ്രധാനപ്പെട്ട റീസൺ ഞാൻ പറയാം. ഇപ്പം ജനിക്കാൻ പോകുന്ന കൊച്ചിനോട്ട് MBBS വരെ ട്യൂഷൻ എടുക്കാൻ ഓൺലൈനിൽ ആൾക്കാരുണ്ട്. ബട്ട് ഞങ്ങൾ ഹോട്ടൽ മാനേജ്മെൻ്റ് ആയിരുന്നെന്താ ഇതിൻ്റെ പുറത്താണോ? സോ ഞാൻ തീരുമാനിച്ചു, ഹോട്ടൽ മാനേജ്മെൻറ്റ് പഠിക്കുന്നവർക്കും പഠിക്കാൻ പോകുന്നവർക്കും പഠിച്ചു കൊണ്ടിരുന്നവർക്കും പഠിച്ച് കഴിഞ്ഞവർക്കും എല്ലാവന്മാർക്കും വേണ്ടിയിട്ട് ഞാനൊരു ചാനൽ തുടങ്ങണം. യെസ്, നിങ്ങളെ പഠിപ്പിക്കാൻ തീരുമാനിച്ചു. പഠിപ്പിക്കാനല്ല, നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ഞാൻ തീരുമാനിച്ചു. സോ കറൻറ്റ്ലി ഒരു നല്ല കോളേജിൽ ഹോട്ടൽ മാനേജ്മെൻറ്റ് പഠിക്കണമെന്നുണ്ടെങ്കിൽ ഒരു 4 ലക്ഷം 5 ലക്ഷം രൂപ, മിനിമം 3 ലക്ഷം നമുക്ക് ചിലവ് വരും. ഞാനും പണ്ടത് കൊടുത്താൽ പഠിച്ചേ. പക്ഷേ ഇവിടെ ഞാൻ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് പറഞ്ഞുതരാൻ പോവാം. കാരണം യൂട്യൂബിൽ ക്ലിക്കായാൽ എനിക്ക് അവിടെ നിന്ന് വരുമാനം കിട്ടിക്കോളൂ. പക്ഷെ അത് സെക്കൻഡറി പോയിന്റ്. നിങ്ങൾ 4 ലക്ഷം 5 ലക്ഷം കൊടുത്ത് പഠിക്കുന്ന കോളേജിൽ നിന്ന് അവർ പറഞ്ഞു തരുന്നതും ഞാൻ പറഞ്ഞു തമ്മിൽ ഒരുപാട് വ്യത്യാസം കാണും. കാരണം അവർക്ക് നിങ്ങൾ 5 ലക്ഷം കൊടുക്കുന്നുണ്ട്, എനിക്ക് നിങ്ങളൊന്നും തരുന്നില്ല. അപ്പോൾ അതിൻ്റെ ഡിഫറൻസ് എന്തായാലും കാണൂലേ? കാണല്ലോ. ഞാൻ മെയിനായിട്ട് 2 എടുക്കാൻ തീരുമാനിച്ചിട്ടുള്ളൂ, ഫ്രണ്ട് ഓഫീസും സർവീസും. ബിക്കോസ് ഞാൻ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിലായിരുന്നു ഒരുപാട് വർഷം. അവിടെ നിന്ന് പിന്നെ ഞാൻ ഫ്രണ്ട് ഓഫീസിലോട്ട് മാറി. അങ്ങനെ ആ 2 ഡിപ്പാർട്ട്മെൻറ്റിലും എനിക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത എക്സ്പീരിയൻസ് ആയതുകൊണ്ട് ആ 2ലും എനിക്കറിയുന്ന കാര്യങ്ങൾ, ഞാൻ പഠിച്ച കാര്യങ്ങൾ, ഞാൻ പ്രാക്ടിക്കലി ഞാൻ കണ്ട് മനസ്സിലാക്കിയ കാര്യങ്ങളായിരിക്കും ഞാൻ നിങ്ങൾക്ക് അവിടെ പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ കോളേജിൽ നിന്ന് പഠിക്കുന്ന സമയത്ത് പ്രാക്ടിക്കലും തിയറി ഉണ്ടെന്നുണ്ടെങ്കിലും നിങ്ങൾ ശരിക്കും റിയലി ഇതൊക്കെ എന്താണെന്ന് മനസ്സിലാക്കുന്നത് നിങ്ങൾ ട്രെയിനിങ്ങിന് പോകുന്ന സമയത്തായിരിക്കും. ആ ട്രെയിനിങ്ങിന് പോകുന്ന സമയമാണെങ്കിലും ചിലപ്പോൾ 6 മന്ത് ട്രെയിനിങ് ആണ്, 3 മന്ത് 4 മന്ത് ട്രെയിനിങ്ങിൽ നിങ്ങൾ അവരെല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും 2 മാസം 3 മാസം കൊണ്ടുപോയിട്ടിട്ട് പ്രത്യേകിച്ച് നമുക്കൊന്നും പഠിക്കാൻ പറ്റത്തില്ല. ഇറ്റ്സ് ട്രൂ. അത് ട്രെയിനിങ് കഴിഞ്ഞ് പിള്ളേരോട് ചോദിച്ചാൽ മതി. അവർക്ക് താല്പര്യമുള്ള ഡിപ്പാർട്ട്മെൻറ്റിൽ മാത്രം ട്രെയിനിങ് എടുക്കുകയാണെന്നെങ്കിൽ അവർക്ക് പ്രോപ്പറായിട്ട് എല്ലാം മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ ഇപ്പോൾ ഒരു ഹോട്ടലിലോട്ട് നമ്മൾ വിടുന്ന സമയത്ത് പല ഡിപ്പാർട്ട്മെൻറ്റിൽ നമ്മൾ ജോലി ചെയ്യേണ്ടി വരും. ട്രെയിനിങ് എടുക്കേണ്ടി വരും. അപ്പോൾ എല്ലാം കൂടെ ലാസ്റ്റ് ചക്കക്കൂട്ടാൻ വെച്ചമാതിരി നമുക്ക് ഒന്നും മനസ്സിലാവില്ല. പോരാ നേരത്തെ വരുന്ന സർട്ടിഫിക്കറ്റ് മേടിച്ചിട്ട് നമ്മൾ ചുമ്മാ വന്നിരിക്കത്തേ ഉള്ളൂ. ബട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ഉദ്ദേശിക്കുന്നത് ഫ്രണ്ട് ഓഫീസും സർവീസുമാണ്. ഇതിൻ്റെ എല്ലാം അങ്ങ് അനന്തര നിർഗ്ഗളമായ ഭാഗങ്ങളല്ല, എല്ലാത്തിനും ബേസിക്സ്. നമുക്ക് ബേസിക്സ് എന്ന് തുടങ്ങാം. ഓരോ ദിവസം കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതിൻ്റെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങളൊരു കോളേജിൽ പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്കൊരു എക്സാം വരുന്ന സമയത്ത് നിങ്ങളുടെ സീനിയേഴ്സിനോടോ ഇല്ലെങ്കിൽ അവിടെ നിന്ന് പഠിച്ച സൂപ്പർ സീനിയേഴ്സിനോടോ അങ്ങനെയൊക്കെ ആരോടെങ്കിലും നിങ്ങൾ സംശയങ്ങൾ ചോദിക്കും, ഇല്ലെങ്കിൽ അവിടെ കൂടെ ഇരുന്ന് പഠിക്കും. അപ്പോൾ അതിന് ലിമിറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, കാരണം അവർക്ക് പ്രാക്ടിക്കൽ കാണിച്ചു തരാൻ പറ്റത്തില്ല. അങ്ങനെ ലിമിറ്റഡ് ആയ കാര്യങ്ങളുണ്ടാവും. അതിൻ്റെ അകത്ത് വെച്ചിട്ട് അവർ നിങ്ങളെ സഹായിക്കാൻ ശ്രമിക്കും. ഞാനിവിടെ അതേ ഉദ്ദേശിക്കുന്നുള്ളൂ. നിങ്ങൾ എന്നെ ഒരു സീനിയറായിട്ട് കണ്ടാൽ മതി. അല്ലാതെ ഒരിക്കലും ഈ എന്താ പറയുക, കുറേ യൂട്യൂബേഴ്സിലുണ്ടല്ലോ ക്ലാസ് എടുക്കാൻ പിന്നെ നമുക്ക് ആ സെറ്റപ്പേ ഇല്ല. എന്നെ നിങ്ങൾ സീനിയറായിട്ട് കണ്ടാൽ മതി. നിങ്ങൾക്ക് എനിക്കറിയുന്ന കാര്യങ്ങൾ, ബേസിക് കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഓക്കെ, ഇത് എൻ്റെ ഒരു ഇൻട്രോ ആയിട്ട് മാത്രം നിൽക്കട്ടെ. നമുക്ക് നാളെ തൊട്ട് കാര്യങ്ങൾ നോക്കാം. നാളെ നമുക്ക് ആദ്യം F&B സർവീസ് എന്ന് തുടങ്ങാം. F&B സർവീസിലെ ബേസിക് കാര്യങ്ങൾ, ഇൻട്രൊഡക്ഷൻ തുടങ്ങി ഡെഫിനേഷൻസ്, ഇൻട്രൊഡക്ഷൻസ്, കീവേഡ്സ്, കീ പോയിൻറ്റ്സ് എല്ലാം തുടങ്ങിയിട്ട് നമുക്ക് നാളെ തൊട്ട് സ്റ്റാർട്ട് ചെയ്യും. സോ എന്തെങ്കിലുമൊക്കെ അറിയണം, പഠിക്കണം എന്നുള്ളവർ കൂടെ കൂടിക്കും, അല്ലാത്തവർ സലാം പറഞ്ഞു വെക്കും. ഓക്കെ, സോ താങ്ക് യു.